മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവ് ഏത് രീതിയിലാണ് ഇരുണ്ടുപോയത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. തുടർമാനമായിട്ട് നിങ്ങളിത് കേൾക്കണം. കാരണം നമ്മളെ മനുഷ്യൻ്റെ സ്ഥിതി ഏത് രീതിയിലാണ്, അതുകൊണ്ടാണ് അവന് ഈ തടസ്സങ്ങളും ഈ പ്രയാസങ്ങളും ഈ പ്രോഗ്രസ്സും ഒക്കെ വരുന്ന പ്രോഗ്രസ്സിലൊന്നും കാര്യങ്ങളില്ലാത്തത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിതിലേക്ക് സമർത്ഥിച്ച് കൊണ്ടുവരുന്നത്. അത് എവിടെ വീണു എന്നറിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എഴുന്നേറ്റാൽ അവിടെയാണ് ഒരു സ്വാതന്ത്ര്യം വരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഉള്ള എവിടൊക്കെ വീണു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ദൈവവചനത്തിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. ഞാനൊന്നും എൻ്റെ കയ്യിൽ നിന്നിട്ടൊന്നും പറയത്തില്ല, എല്ലാം ദൈവവചനത്തിലുള്ള കാര്യമാണ്. കാരണം ദൈവവചനമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കാനായിട്ട് നമുക്ക് ദൈവിക ശക്തി ആവശ്യമാണ്. അന്നേരം ഇന്നത്തെ ഈ ദിവസങ്ങളിലെ ഈ ഡെലിബറേഷൻ അല്ലെങ്കിൽ ഈ ഡെലിവറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ എങ്ങനെ പ്രാപിച്ച് നമ്മൾ വിജയിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈ 50 എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധയോട് ഇരിക്കണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് പോകുമ്പോഴേ നമുക്കറിയാം, നമ്മുടെ ഇടയ്ക്ക് വെച്ചൊക്കെ നമുക്ക് ജീവിതത്തിൽ വലിയ ഡെലിവറൻസ് വരും നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ നമ്മുടെ ആത്മാവ് ഡാർക്കനായി. രണ്ടാമത് ആത്മാവ് ഡാർക്കനായതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഇരിക്കുന്ന നമ്മുടെ ഹൃദയവും ഡാർക്കനായി. അത് യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. The heart is deceitful above all things and desperately wicked. അതുകൊണ്ട് അത് ആർക്കും അറിയത്തില്ല, അത് ആരാഞ്ഞറിഞ്ഞവൻ ആർ. അത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. യഹോവയായ ദൈവമാണ് ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിന് തക്കവണ്ണം കൊടുക്കുന്നതെന്ന് യിരെമ്യാ പ്രവാചകൻ തീർമാനമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, ഹൃദയം എല്ലാറ്റിലും കപടവും വിഷമവും ഉള്ളത്. അതുകൊണ്ടത് മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല. അതുപോലെ റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലും നമ്മുടെ വില്ല് വീക്കണ്ടാണെന്ന് പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ നമ്മുടെ കോൺഷ്യൻസ് ബ്ലണ്ടായിപ്പോയി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശം ആശ്രയിച്ച് ഫോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചു വരായി വിവാഹം വിലക്കി. സ്പീക്കിംഗ് ലൈസ് ഇൻ ഹിപ്പോക്രസി, ഹാവിങ് ദെയർ കോൺഷ്യൻസ് സിയർഡ് വിത്ത് എ ഹോട്ട് അയൺ. എന്ന് പറഞ്ഞാൽ മനസാക്ഷി ചൂട് പിടിച്ചിരിക്കുക, അത് ബ്ലണ്ടായിപ്പോയി. എന്തായിരുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ശുദ്ധ മനസാക്ഷിയായിരുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ആ ശുദ്ധ മനസാക്ഷിയിലെ കളങ്കം വന്നു, അതിനകത്ത് തെറ്റ് വന്ന് കയറി. അതുകൊണ്ട് നമ്മുടെ വില്ലും നമ്മുടെ മനസ്സും എല്ലാം ഡാർക്കനായി, ഡീബേസ്ഡായി, ബ്ലണ്ടായി, ഡാർക്കനായി പോയി എന്ന് നമ്മൾ കാണുന്നു. നമുക്ക് വേണ്ടത് 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ സ്നേഹം എന്നിവയിലുള്ളതാകുന്ന സ്നേഹം തന്നെ. അതായത് നമുക്ക് വേണ്ട പ്യുവർ ഹാർട്ട്, ഗുഡ് കോൺഷ്യൻസ്, നിർവ്യാജമായിട്ടുള്ള ഫെയ്ത്ത്, വിശ്വാസം, ഈ സാധനങ്ങൾ നമുക്കില്ലാതെ പോകുന്നത് കൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ഇരുണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. ഇവിടാണ് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇല്യൂമിനേഷൻ, പ്രകാശം തന്ന് നമ്മൾ ശുദ്ധ ഹൃദയമാക്കി നമുക്ക് നല്ല മനസാക്ഷി കൊണ്ടുവരേണ്ടത്. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വേണ്ടത്. എന്നാൽ ഇന്ന് എന്ത് പറ്റി? നമ്മുടെ കോൺഷ്യൻസ് ബ്ലണ്ടായിപ്പോയി. നമ്മുടെ ഹൃദയം
കാഠിന്യത്തിലേക്കായിപ്പോയി എന്നേ കാണും. ഇപ്പോഴും നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മുടെ ആത്മാവ് ഇരുണ്ടുപോയി, രണ്ടാമത് നമ്മുടെ മനസ്സ് ഹൃദയമൊക്കെ കഠിനപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇന്ന് ദൈവവചനത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. ദൈവം പറയുന്നൊന്നും കേൾക്കണ്ട, ഇന്ന് സയൻസ് പറയുന്നതാണ് കാര്യം. അതുകൊണ്ട് സയൻസ് പഠിപ്പിച്ചു പോയാലേ നിങ്ങളുടെ പിള്ളേർക്ക് ജോലി കിട്ടുള്ളൂ, നിങ്ങൾ ആ രീതിയിൽ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കാലഹരണപ്പെട്ട സാധനമാണ്. 4000-6000 വർഷത്തിന് മുമ്പൊക്കെ എഴുതിയ കാര്യങ്ങൾ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എന്തൊക്കെയോ ഗ്രൂപ്പുകളിലൊക്കെ ഞാനും ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഈ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്, പലപ്പോഴും പല ഗ്രൂപ്പിലുണ്ട്. കോളേജ് പിള്ളേരുടെ പ്രീ ഡിഗ്രി ഗ്രൂപ്പിലുണ്ട്, ഡിഗ്രി ഗ്രൂപ്പിലുണ്ട്, അതുപോലെ പ്രൊഫഷണൽ ഗ്രൂപ്പിലുണ്ട്. ഇതിനകത്തൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഇടുന്ന ഈ നാളുകളുടെ ഇടയിലുള്ള മെയിനായിട്ടുള്ള ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡിറ്റോറിയേറ്റ് ചെയ്ത് നമ്മളെ കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ദൈവവചനം വേണ്ട, ദൈവം വേണ്ട. ഇന്ന് രാവിലെ ഇട്ടിരിക്കുകയാണ് ഒരു വ്യക്തി, ഞാൻ വായിച്ചിട്ട് ഞാൻ അതിശയിച്ചു പോയി. നിങ്ങളുടെ പിള്ളേരുടെ തീരുമാനമാണ് അന്ത്യ തീരുമാനം. അവരെന്ത് പറയുന്നു അത് കേട്ടോണം. കല്യാണം സഭാ ഹാളിൽ വെച്ച് നടത്തരുത്, പള്ളി വെച്ച് നടത്തരുത്, സബ് രജിസ്റ്റർ ഓഫീസാണ് അവർ പറയുന്നത് അവിടെ നടത്തണം. എന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നതെന്ന് വെച്ചാൽ ഇന്ന് വിശ്വാസം എന്ന് പറയുന്ന ക്രിസ്ത്യൻസായി പറയുന്നത് ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങ് പോയി, ഇന്ന് എല്ലാം അങ്ങ് പോയി. ഇതെല്ലാം ഇന്ന് ഒരു രീതിയിൽ പറഞ്ഞാൽ ജാതികളുടെ സംസ്കാരവുമായിട്ട് അങ്ങ് ഇടകലർന്ന് അതുപോലെ ആയിപ്പോയി. ഒരു വ്യത്യാസമില്ല, ആ ഒരു രീതിയിലായിപ്പോയി. ഇന്ന് വിശ്വാസികളെന്ന് പറയുന്നവരും ദൈവത്തെ വിളിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ്. ദൈവത്തെ വിളിക്കുന്നത് എനിക്കെന്തെങ്കിലും കിട്ടണം, ദൈവത്തിൽ നിന്ന് കിട്ടണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതെന്നോ കിട്ടണ്ടെന്നോ അല്ല പറയുന്നത്. അതൊക്കെ വേണം, ദൈവമാണ് എല്ലാം തരുന്നത്. എവ്രിതിങ് ഹീസ് വെളിച്ചത്തിൻ്റെ പിതാവിങ്കിൽ നിന്നാണ് സകലതും വരുന്നത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും വെളിച്ചത്തിൻ്റെ പിതാവിങ്കിൽ നിന്ന് വരുന്നു. അതെല്ലാം നമുക്കറിയാം, എവ്രിതിങ് ഈസ് ദയർ. എന്നാൽ എൻ്റെ മെയിൻ എയിം അതല്ല. എന്നെ ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടി തായോ എന്ന് പറഞ്ഞിരിക്കാനല്ല. അതാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാകുന്നത്. പണ്ടൊരു അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആട് കരയുന്ന പോലെ പ്രാർത്ഥിക്കുന്നത്. മേ 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 തരണേ 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 ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ. അതുകൊണ്ട് നമുക്ക് ആവശ്യം അതല്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ടാണ്, ദൈവ ഉദ്ദേശത്തിൽ നമ്മളായിരിക്കാനായിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവ് ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ there won't be any deliverance. ഒരു ഡെലിവറൻസും ഉണ്ടാകത്തില്ല. എത്ര കടന്ന് വിളിച്ചെന്ന് പറഞ്ഞാലും ഒരു ഡെലിവറൻസും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ഹൃദയം നമ്മളെ കുരുടായിപ്പോയി, നമ്മുടെ മനസ്സ്, നമ്മുടെ വില്ല് വീക്കനായിപ്പോയി, നമ്മുടെ കോൺഷ്യൻസ് ബ്ലണ്ടായിപ്പോയി. നമുക്ക് ശുദ്ധ ഹൃദയം വേണം, നല്ല മനസാക്ഷി വേണം, നിർവ്യാജ വിശ്വാസം വേണം. ഈ നിർവ്യാജ വിശ്വാസം, വ്യാജ വിശ്വാസം ഒരുപാടുള്ളതുകൊണ്ടാണ് ഈ നിർവ്യാജ വിശ്വാസം വേണമെന്ന് പറയുന്നത്. വ്യാജ വിശ്വാസം എന്താണെന്നറിയാമോ? എൻ്റെ പോക്കറ്റ് നിറയ്ക്കുന്ന വിശ്വാസം. പോരട്ടെ 2 കാശെങ്കിൽ അങ്ങനെ, എനിക്ക് കുറച്ച് കാശ് വേണം എന്നുള്ളൊരു ചിന്തയാണ് ഇന്നത്തെ വിശ്വാസികൾക്കുള്ളത്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഓൾ ബീയിങ് കറപ്റ്റഡ് ആകുക. ഇനിയും അവൻ്റെ ശരീരത്തെക്കുറിച്ച് റോമർ 7:24 ഇങ്ങനെയാണ് പൗലോസ് അയ്യം വിളിക്കുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഹൂ വിൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ഓഫ് ദിസ് ഡെത്ത്? എൻ്റെ ശരീരം മരണത്തിന് വിധേയമാണ് എന്ന് വെച്ചാൽ ഇന്നും ലോകത്തിലെ മനുഷ്യനും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ടു പോസ്റ്റ്പോൺ ഡെത്ത് ടു നള്ളിഫൈ ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണത്തെ ദീർഘിപ്പിക്കുക എന്ന് വെച്ചാൽ ജീവിക്കുന്ന കാലം ദീർഘിപ്പിക്കുക, അല്ലെങ്കിൽ മരണം ഇല്ലാതെ ഇരിക്കുക, ഇല്ലാതെയാക്കുക. ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത്. ഈ നമുക്കറിയാം, ഈ നമ്മുടെ ഓരോ കുത്തിവയ്പ്പുകളുണ്ടല്ലോ, നമ്മളെ ഈ വൈറസിന് അഗൻസ്റ്റായിട്ടും ഒക്കെയുള്ള കുത്തിവയ്പ്പുകൾ എല്ലാം നമ്മൾ എടുക്കുന്നതേ എല്ലാ പർപ്പസ് എന്താണ്? കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന അനേകം മീസിൽസ്, മംസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുത്തിവയ്പ്പുകളുണ്ടല്ലോ നമ്മൾ ചെറുപ്പത്തിലേ ചെയ്യുന്നത്.
ഇതെല്ലാം എന്ത് പർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണത്തെ ദീർഘിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. നമ്മൾ ഡയബറ്റിക്കിൻ്റെ മരുന്ന് കഴിക്കുന്ന പലരും, പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് പലരും, പല രോഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുന്നത് എന്തിനാണ്? അയ്യോ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോരുത്, നമ്മൾ കുറച്ചും കൂടി ജീവിക്കണം ഇങ്ങനെ പോവുകയാണ്. എന്താ കാര്യം? മനുഷ്യൻ ഇന്ന് പ്രയത്നിക്കുന്ന ലോകത്തിൽ ഇന്ന് ശാസ്ത്രം, പ്രത്യേകിച്ചും മെഡിക്കൽ സയൻസ്, ആ വിഭാഗം മുഴുവൻ പ്രവർത്തിക്കുന്നത് ശരീരത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി, ക്രോമസോമൽ ചേഞ്ചസ് വരുത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മുടെ ജീവൻ, മരണത്തിനെ എങ്ങനെയെങ്കിലും സക്സസ്ഫുള്ളായിട്ട് ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പൗലോസ് ഇവിടെ 7:23 പറയുന്ന, എൻ്റെ അവയവങ്ങളുടെ പ്രാണപ്രമാണം, ദ ലോ ഓഫ് സിൻ, എന്നെ ബദ്ധനാക്കി കളയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ കെട്ടിയിരിക്കുകയാണ്. എന്താണ്? എനിക്ക് മുമ്പോട്ട് പറ്റത്തില്ല, എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, എന്നെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പ്രമാണത്തേക്കാൾ ഉപരിയായിട്ട് പാപത്തിൻ്റെ പ്രമാണത്തെ ഞാൻ സേവിക്കുകയാണ്. അതെൻ്റെ ശരീരം കൊണ്ട്, ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെ സേവിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്? ഞാനിന്ന് മുഴുവനായിട്ട് എൻ്റെ ആത്മാവ് കറപ്റ്റഡായിപ്പോയി, എൻ്റെ ഹൃദയം കഠിനമായി ഇരുണ്ടുപോയി, എൻ്റെ ശരീരവും മരണത്തിന് വിധേയമായി, ഡീക്കേയിങ്ങിന് വിധേയനായിപ്പോയി. അതുകൊണ്ട് എനിക്കിനി യാതൊരു ഹോപ്പുമില്ല. ഇന്ന് ലോക മനുഷ്യൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ഈ കാണിക്കുന്നത്. ലോക മനുഷ്യൻ്റെ വലിയൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ആകെ ഒരു ചിന്തയുണ്ട്, ജനിച്ചു, ഇനി അടുത്തത് മരിക്കണം. വേറെ ഒരു ചിന്തയില്ല. ജനിച്ചു, കുറേ നാളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടി, കുറേ നാൾ മരുന്നും മന്ത്രവും എല്ലാം കഴിഞ്ഞ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ലൈഫ് പോയി 70, 80, 90 ഒക്കെ ആയിട്ട് അങ്ങ് മരിക്കണം. മരിക്കാൻ നേരത്ത് ദൈവമേ എന്നെ അങ്ങ് എടുത്തോണേ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു വലിയ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി വലിയൊരു ശവസംസ്കാര ചടങ്ങൊക്കെ നടത്തി, എല്ലാവരും പ്രതിയോഗികളും അതുപോലെ ശത്രുക്കളും എല്ലാം വന്ന് നല്ലൊരു ചരമപ്രസംഗമൊക്കെ നടത്തി എല്ലാം ഗുഡ് ബൈ പറഞ്ഞു തീർന്നു. അവൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇന്ന് പലരും ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഇതുപോലെയാണ്. എന്നിട്ട് എന്താണ്? അവരുടെ സ്ഥാനം, അവരുടെ സ്വത്തുവകകൾ മക്കൾക്ക് വിൽപ്പത്രം വീതിച്ചൊക്കെ കൊടുത്ത് മൂഢനും മൃഗപ്രായനും ഒരുപോലെ മരിക്കുകയും തങ്ങളുടെ സമ്പാദ്യം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുകയും ചെയ്യും. ഇതാണിന്ന് കാണുന്ന ഒരു പ്രതിഭാസം. ഏദൻ തോട്ടം എന്ത് മനോഹരമായിരുന്നു അല്ലേ? ദ പാരഡൈസ് ഗോഡ് മെയ്ഡ് അസ്, നമുക്ക് ഒരുക്കിയിരിക്കുന്ന പർദീസ എന്ത് മനോഹരമാണ്. ഈ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിലാണ് നമുക്ക് വേറൊരു പർദീസ ഒരുക്കിയിരിക്കുന്നത്. ആ പർദീസയിൽ നമ്മൾ കർത്താവിനോടൊപ്പമായിരിക്കും. ആ വലിയ സന്തോഷം എത്ര വലിയ സന്തോഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് നമുക്കിതെല്ലാം എഴുതി കിട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം എഴുതി നമ്മുടെ ഭാഷയിലാക്കി നമ്മുടെ ഭവനത്തിൽ ദൈവം തന്നിരിക്കുന്നിട്ട് പോലും ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഇന്നും ഇരുട്ടിൽ ജീവിക്കുകയാണ്. പാപത്തിൻ്റെ വലിയ ബോണ്ടേജിലിരിക്കുക. അതിനെക്കുറിച്ച് ചിന്ത പോലുമില്ല. ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് പറയും, നമ്മളവിടെയൊക്കെ പോയി ഇരിക്കും. ചിലപ്പം അപ്പന്മാരൊരു ആശീർവാദവും പറയും. അമ്മമാരിരുന്ന് ചിലപ്പം പ്രാർത്ഥിക്കും, അപ്പന്മാരൊരു ആശീർവാദം പറയും. കൊച്ചുങ്ങൾ ഇതിന് ചുറ്റും ഇരിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് വേണം എനിക്ക് ഒന്ന് ചാറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഇരിക്കും. ഇതല്ലേ നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ അവസ്ഥ. എന്നാൽ ഹൃദയം കുരുടായിപ്പോയി, മനസ്സ് കുരുടായിപ്പോയി, സകല പ്രശ്നങ്ങൾക്കും ശരീരം പ്രയാസമായിരിക്കുന്നു. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതൊക്കെ നെഗറ്റീവാണ്. ഇന്ന് ചിന്ത ഭാരം കൂടിയിട്ട് വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോവുക. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനമില്ല, എല്ലാം താളടിയായി, ചിന്തിക്കുന്നതെല്ലാം നെഗറ്റീവായി പോവുക. ഈ എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുകയാണ്. ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെ സേവിച്ച് ഞാൻ ജീവിക്കുകയാണ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ. ഇതിൽ നിന്ന് നമ്മളൊരു ഡെലിവറൻസ് എടുത്തേ പറ്റുള്ളൂ. അതാണ് വിടുതൽ എന്ന് പറയുന്നത്. യഥാർത്ഥ വിടുതൽ എന്ന് പറയുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ
എൻ്റെ മനസ്സിൻ്റെയും എൻ്റെ ആത്മാവിൻ്റെയും എൻ്റെ ശരീരത്തിൻ്റെയും വിടുതൽ ദൈവഹിതപ്രകാരം ഞാൻ ഈ ലോകത്ത് ജീവിച്ച് പ്രവർത്തിക്കുക. ഹനോക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ബൈബിൾ സ്റ്റഡികളിൽ റിപ്പീറ്റ് ചെയ്യും. നമ്മളൊരു 10-20 എപ്പിസോഡുകൾ ബൈബിൾ സ്റ്റഡി ആയിട്ട് തന്നെ ഉണ്ട്. ബൈബിൾ സ്റ്റഡി എന്ന് പറയുമ്പോഴേ നമ്മൾ മെസ്സേജസ് ആയിട്ടുണ്ട്, ഡെലിവറൻസ് മെസ്സേജ്. അതിൽ ഞാൻ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യും പല കാര്യങ്ങൾ. ഹനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, അല്ലേ? ദൈവത്തോടു കൂടെ നടന്നു. അതുകൊണ്ട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹനോക്കിനെ. ദൈവത്തോടെ നടന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവം അവനെ എടുത്തു. ദൈവത്തോട് നടന്നാണ്. ഏലിയാവ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാലും ഏലിയാവിന് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്ത, എന്നാലും ഏലിയാവ് ദൈവത്തോട് ചേർന്ന് നടന്നതിനാൽ ദൈവത്തിൻ്റെ ശക്തി അവനിലുണ്ട്. അവനെ അങ്ങ് എടുത്തു ദൈവം, അല്ലേ? മോശെ ദൈവത്തോട് നടന്നു, അവൻ്റെ ത്വക്ക് പ്രകാശിച്ചു, നമുക്കറിയാവുന്നതാണ്. എന്നാൽ ദൈവം മോശെ എടുത്തില്ല. കാര്യം ചില കാര്യങ്ങളിലൊക്കെ മോശ ദൈവം പറഞ്ഞ പ്രമാണത്തിനൊക്കെ എതിരായി ദൈവത്തെ അനുസരിക്കാതൊക്കെ ഇരുന്നു, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് മോശെ ദൈവം എടുത്തില്ല. എന്നാൽ മോശയുടെ ശരീരം ദൈവം കൊണ്ടുപോയി. അത് വേറൊരു വലിയ സബ്ജക്റ്റാണ്, അതിലേക്ക് ഞാൻ കയറുന്നില്ല. എന്താ ഇത് പറയാനുള്ള കാര്യം? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുകയും അതിൽ നിറയുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് ജീവിതത്തിൽ നമുക്ക് ഡെലിവറൻസ് തരുന്നത്. അതാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലെ ഈ നമ്മുടെ സ്പിരിറ്റിനെയും നമ്മുടെ സോളിനെയും നമ്മുടെ ബോഡിയെയും ഡാർക്കൻ ചെയ്ത് ജീവിക്കരുത് എന്നാണ് പറയാനായിട്ടുള്ളത്. ഇത് സാധാരണയുള്ള മനുഷ്യരെക്കുറിച്ച് പറഞ്ഞ പാവമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് അവസാനിപ്പിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതങ്ങൾ ഈ ശൈലിയിൽ ഡാർക്കനായി പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് പറഞ്ഞു. കുടുംബ പ്രാർത്ഥനയായിട്ടും അതുപോലെ സഭകളിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഞാൻ പറയാം, ശരിക്കും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവർ വരെയും ഇന്ന് ജീവിതം കുരുടായി. കാരണം പിശാച് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ദിവസവും. നിങ്ങൾ അറിയുന്നില്ല, ഇതിങ്ങനെ ഇഞ്ചക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. വൈറസ് ഇഞ്ചക്ഷനാണ്. അവൻ്റെ ഒരു പുതിയ സാധനം അവൻ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നിങ്ങളെ ബാക്ക് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകണം. ആ ഒറ്റ പർപ്പസിനാണ്. എന്നിട്ട് വേണം അവന് കയറി മേയാൻ, ഇടിക്കാനായിട്ട്, നിങ്ങളുടെ ഭവനത്തിൽ കയറി ഇടിക്കാനായിട്ട്. അതിനുവേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലല്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചു വരിക. ദൈവം നിങ്ങളെ കാത്തിരിക്കുന്നു. ദൈവം എത്ര വലിയ പാപിയാണെങ്കിൽ, എന്ന് വെച്ചാൽ കടും ചുവപ്പായിട്ടുള്ള പാപങ്ങളായാലും ദൈവം ക്ഷമിച്ച് വീണ്ടെടുക്കുന്ന ദൈവമാണ്. ദൈവം അതിനു വേണ്ടിയും കൂടെ കാൽവറിയിൽ മരിച്ചത്. അതുകൊണ്ട് നമ്മളത് മറന്നു പോകരുത് എന്ന് ഞാൻ വീണ്ടും പറയാണ്. അതുകൊണ്ട് നമ്മുടെ സ്പിരിറ്റിനെ ഡാർക്കൺ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ദേഹിയെയും നമ്മുടെ ശരീരത്തെയും നശിപ്പിച്ച് കളയുന്ന എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ചില ആളുകൾ അവരുടെ ശരീരം നശിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ദൈവം അവരെ വിടുവിക്കും. ചില ആളുകൾ ഇന്ന് പല അഡിക്ഷനിലായിരിക്കുന്നു, അവരെ ദൈവം ഇന്ന് വിടുവിക്കും. നിങ്ങൾ ഓർക്കണം, നമ്മൾ റിപ്പൻറ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പറയാം. യേശുക്രിസ്തു ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുക. യേശു പണ്ട് കഷ്ടം അനുഭവിച്ചെന്ന് പറഞ്ഞു, എന്നാൽ ഇപ്പോഴും യേശുക്രിസ്തു കഷ്ടം അനുഭവിക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പം പറയാം. നിങ്ങൾ ചെയ്യുന്ന പാപത്തിന് വേണ്ടി ഇപ്പോഴും യേശു കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവിനെ അറിഞ്ഞവരാണെങ്കിൽ കൂടി തെറ്റിപ്പോകാതെ ദൈവത്തിൻ്റെ പ്രസൻസിൽ നിൽക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ ഈ പിശാചിൻ്റെ പ്രവർത്തനം ഈ ലോകത്തിൽ ധാരാളമായി കൂടിയിരിക്കുക. എന്താ കൂടിയിരിക്കുന്നത്? അവൻ്റെ കാലം തീരാറായെന്ന് അവനറിയാം. കർത്താവിൻ്റെ വരവ് ആസന്നമായി. അതുകൊണ്ട് അവൻ്റെ കാലം തീരാറായതുകൊണ്ട് അവനിന്ന് വലിയ ശക്തിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ശരീരത്തിനൊരു വിടുതൽ, നിങ്ങളുടെ മനസ്സിനൊരു വിടുതലെന്ന് ദൈവം തരും. ദൈവമായ കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും ഏതെങ്കിലും രീതിയിൽ കുരുടായി പോയിട്ടുണ്ടെങ്കിൽ, ദൈവപ്രമാണം അനുസരിക്കാതെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അടിയങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലുള്ള അഡിക്ഷൻസും ഇന്ന് ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ചില ആളുകളെ മദ്യപാനത്തിന് അടിമയായിരിക്കുന്നവരെ ഇത് ശ്രദ്ധിക്കുന്നു. ആ മദ്യപാനത്തിൻ്റെ ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബത്സിച്ച് പുറത്ത് ചാടിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഭവനത്തിലെ വരുമാനം മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന ആ പൈശാചിക ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ പുറത്ത് ചാടിക്കുന്നു. ആ പണമെല്ലാം ഭവനത്തിലേക്ക് വരേണ്ടതാണ്. അതെല്ലാം ഇന്ന് കുടിച്ച് നശിപ്പിച്ച് കളയുകയാണ്. വരുമാനമില്ലാതെ വിഷമിക്കുന്ന ചില കുടുംബങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നു. പിശാച് പലതും ഞെക്കിക്കളഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട് ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഭവനത്തിലിരിക്കുന്ന ചില വ്യക്തികളെ ഇത് കാണുന്നു. ഇന്ന് അവർക്ക് ജോലി വന്നു ചേരട്ടെ. അറിയാത്ത വഴികളിൽ നിന്ന് നിങ്ങൾക്ക് കോൾ ലെറ്റേഴ്സ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ ഹിതമനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോഴേ നീ ഞങ്ങൾക്ക് സകലതും ഒരുക്കി തരുന്ന ദൈവമായുണ്ട്. സ്തോത്രം. നിൻ്റെ വചനത്തിലുള്ള പ്രോമിസാണല്ലോ അത്. മുമ്പേ നിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാലേ ബാക്കിയുള്ള ആഡ് ഓൺസ് എല്ലാം ഞങ്ങൾക്ക് തരുന്ന ദൈവമായുണ്ട്. നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുക. ഞങ്ങളുടെ മനസ്സുകളെ വീക്കാക്കി കളഞ്ഞ് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടത് അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സീൽ ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കാണുവാനായിട്ട്, ജീവിതങ്ങൾ കാണുവാനായിട്ട് കർത്താവെ നീ സഹായിക്കേണ്ടവർത്തും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇത് കാണുക. മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി വിശ്വാസ സമൂഹത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. തുടർമാനമായിട്ട് കാണണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഒരു ഡെലിവറൻസിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ സഹായിക്കും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടേതായിട്ട് അത് ഏറ്റെടുത്ത് ആ കമൻറ്റ് ബോക്സിൽ ആമീന്നോ എന്തെങ്കിലും നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോഴേ നിങ്ങളുടേതായിട്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ആക്ഷനിൽ കൂടി നിങ്ങൾ അത് പ്രകടിപ്പിക്കും. ഈ കാണുന്നവർ അതൊന്ന് ചെയ്താൽ ദൈവം അതിൽ കൂടി നിങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.